വഹാബിയായി ഇയാൾ മാറുകയാണ്. എന്താ പറയുന്നത്? ഇയാളോട് വന്നിട്ട് പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് പോലെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെ സഹായിക്കണേ എന്ന് പറയുന്നത്. ഇയാൾക്ക് പള്ളി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അയാളെന്ന് പറയാ. അപ്പൊ ഞാൻ അതിൽ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബിയെ നിങ്ങളൊന്ന് ഇടപെടണം. റസൂലുള്ളാഹിക്ക് പ്രത്യേകം കഴിവൊന്നുമില്ല, ഒരു കഴിവില്ല, അള്ളാഹ്ക്ക് മാത്രമാണ്. അള്ളാഹ് കൊടുത്ത കഴിവുണ്ടോ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് അയാൾ അടുത്ത ഒരു ഉദാഹരണം പറയുന്നു. എൻ്റെ SSFകാരെ, മുസ്ലിം ജമാഅത്തുകാരെ, നിങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ക്യാഷ് അയാൾ കൊള്ളയടിച്ച് നിങ്ങളെ മുമ്പിൽ തലപ്പാവ് ധരിച്ച് സാക്ഷാൽ ഉമർ മൗലവിയും ഈ കണ്ട മൗലവിമാർ ഛർദിച്ച വലിയ അബദ്ധമാണ് അയാൾ ഛർദിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് കേട്ട് എങ്ങനെ മുന്നിലിരിക്കുന്നു? അടുത്ത ഉദാഹരണം ഒന്നും കൂടി ഫിറ്റാ. അയാൾ പറയുന്നത് എന്താ അറിയോ? ഒരു വാപ്പ, ആ വാപ്പക്ക് എഴുന്നേൽക്കാൻ പോയിട്ടിരിക്കാൻ വരെ കഴിയില്ല, അവശ നിലയിലാണ്, രോഗിയായിട്ടുണ്ട്, ഒന്നിനും കഴിയില്ല. ആ വാപ്പയോട് വന്നിട്ട് മകൻ പറയാണ്, വാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. ഒരു കല്ല് വരെ ഏറ്റാൻ ആർക്ക് കഴിയില്ല? വാപ്പക്ക് കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ മകൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വാപ്പാ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീട് തരണം. വാപ്പാക്കൊന്നിനും കഴിയില്ല. ഈ ഉദാഹരണം പറഞ്ഞിട്ട് ഈ ഹയവാൻ പറയുകയാണ് എന്തെന്നറിയോ? ഇതുപോലെയാണ് റസൂലുള്ളാഹിനോടുള്ള തേട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നിനും കഴിയില്ല. ഇയാൾ പറയാ നമ്മൾ പറയുമ്പോൾ അതിൽ ഇടപെടണമെന്നല്ലാതെ നേരിട്ട് ചെയ്തു തരണം എന്നുദ്ദേശിക്കാൻ പാടില്ല. അതാണ് ഇസ്തിഗാസ എന്ന് പച്ച മലയാളത്തിൽ ഇവിടെ പറഞ്ഞിട്ട് ഈ ചങ്ങാതിയുടെ ബിദ്അത്ത് ലോകത്ത് പ്രകടമായിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്. ഇതൊന്നൊന്നര ശവ്വാൽ തന്നെയാണ്. അകത്ത് കിടന്നിരുന്ന വഹാബിസം മശായിഖന്മാർ പിടിച്ച് പുറത്തിട്ടിരിക്കുകയാണ്. ലോകരെ കണ്ടോളൂ, തനി വഹാബിയാണ് ഇയാൾ. പറയട്ടെ, അയാൾ കേട്ടോളൂ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എൻ്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എൻ്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാസ. ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തിഗാസ. അതേ ഇടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുല്. എന്നിട്ട് പിന്നെന്താ പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? തവസ്സുലും ഇസ്തിഗാസയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇബ്നു തൈമിയ ഇസ്തിഗാസക്കെതിരെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ നേതാവ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അവരുടെ ശിഫാഉസ് സഖാമിൽ രേഖപ്പെടുത്തിയ ഇസ്തിഗാസ ഏതാണെന്നറിയോ? ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങളുടെ നേതാവ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് സഹായിക്കണേ, രോഗം മാറ്റണേ, വെള്ളം തരണേ, മഴ തരണേ എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിവില്ലാത്ത ഇവർ, വാപ്പന്റെ ഉദാഹരണം അടക്കം പറഞ്ഞില്ലേ, ഒന്നിനും കഴിവില്ലാത്ത നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറഞ്ഞ് ഇടപെടണം എന്ന മഅനാക്കല്ല ഞങ്ങളുടെ ഇസ്തിഗാസ. ഞങ്ങളുടെ ഇസ്തിഗാസ നബിയേ അങ്ങേക്ക് അല്ലാഹു മുഅ്ജിസത്ത് തന്നിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഖുദ്റത്തുകൾ അങ്ങേക്ക് തന്നിട്ടുണ്ട് നബിയേ. രോഗം മാറ്റാൻ അങ്ങേക്ക് കഴിയും നബിയേ, അതേ വെള്ളം തരാൻ കഴിയും നബിയേ, മഴ തരാൻ കഴിയും നബിയേ, സ്വർഗത്തിലാക്കാൻ അങ്ങേക്ക് അധികാരമുണ്ട് നബിയേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അങ്ങേക്ക് അധികാരമുണ്ട് നബിയേ. അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു
ഫല്ലാഹു അഅ്തഖഹു ഫഅൻത മാലികുഹു. ഞങ്ങളെ അങ്ങ് കടന്ന ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിപ്പിക്കണേ ശൈഖ് അവറുകളെ. ഞങ്ങൾക്ക് അതറിയില്ല, അങ്ങേക്ക് അല്ലാഹ് തന്നിട്ടുണ്ടത്, അങ്ങതിൻ്റെ ഉടമക്കാരനാണ്. വനജ്ജിഹി മിൻ ലളാ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ശൈഖ് അവറുകളെ. അതിനുള്ള അധികാരം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അങ്ങ് സഹായിക്കണേ എന്ന ഇസ്തിഗാസ നിങ്ങളൊരായിരം മൗലവിമാർ എന്ത് യാത്ര നടത്തിയാലും ഉലമാ പഠിപ്പിച്ച, മശായിഖ് പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, സുന്നത്ത് പഠിപ്പിച്ച തനതായ ഇസ്തിഗാസയെ അണു അളവ് മാറ്റാൻ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം നിങ്ങളെ സമ്മതിക്കുകയില്ല. ഇസ്തിഗാസ ചെയ്തുകൊണ്ടേയിരിക്കും.